പ്രിയമുള്ളവരെ, 80കളുടെ അവസാനത്തിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു സാഹിത്യ നിരൂപണ ക്യാമ്പിൽ നിങ്ങളൊക്കെ പോലെ ഒരു നിരൂപണം എഴുതി അയച്ചു കൊടുത്തിട്ട് അതിലേക്ക് എനിക്ക് പ്രവേശനം കിട്ടി. ഞാൻ അന്ന് സക്കറിയയുടെ ഒരിടത്ത് എന്നുള്ള കഥാസമാഹാരത്തെക്കുറിച്ചാണ് എഴുതിയത്. അങ്ങനെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ലേഖനം പ്രസിദ്ധീകരിക്കും. അങ്ങനെ സാഹിത്യ നിരൂപണകനാവാൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഒരാളാണ് ഇപ്പോൾ സാഹിത്യ നിരൂപണത്തിൻ്റെ ഇതിലേക്ക് വരുന്ന നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ എന്ന ഒരു ദുര്യോഗം ആദ്യം തന്നെ പറയാം. ഇത് പൊതുവെ നിരൂപകരെ കുറിച്ച് പറയാറുണ്ട്. സിനിമ എടുക്കാൻ സാധിക്കാത്തവരാണ് നിരൂപകരായി അല്ലെങ്കിൽ വിമർശകരായി തീരുന്നത് എന്ന് പല ഫിലിം മേക്കേഴ്സ് പറയാറുണ്ട്. ഇപ്പോഴും കൂടി പറയാറുണ്ട്. അടുത്ത കാലത്ത് മലയാളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചലച്ചിത്ര സംവിധായകൻ പറഞ്ഞത്, സിനിമ ഇല്ലെങ്കിൽ പിന്നെന്താ ക്രിറ്റിസിസം, അപ്പോൾ എന്താണ് പ്രസക്തി, സിനിമയ്ക്കല്ലേ പ്രസക്തി, ക്രിറ്റിസിസത്തിന് എന്താണ് പ്രസക്തി എന്ന് ഒരു സംവിധായകൻ അടുത്ത കാലത്ത് ചോദിച്ചത് ഞാൻ കേൾക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ വളരെ വളരെ ലളിതമായിട്ട് തോന്നുന്ന വളരെ ഒരു പ്രസ്താവനയാണത്. പക്ഷേ സിനിമയുടെ ചരിത്രം, സൗന്ദര്യം, രാഷ്ട്രീയം, ലാവണ്യം, അതിൻ്റെയൊക്കെ യാത്രകൾ, ബോധ്യങ്ങൾ, സ്വാധീനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മറച്ചു വെക്കുകയാണ് വളരെ ലളിതവും ഒരുപക്ഷെ യാഥാർത്ഥ്യം എന്ന് പോലും തോന്നുന്ന ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ സങ്കീർണതയിലേക്ക് നമ്മൾ പോകുമ്പോൾ വിമർശകർ സിനിമയെയും സിനിമയുടെ വിമർശനത്തെയും മാറ്റിമറിച്ചത് എങ്ങനെ എന്നതിലുള്ള ചരിത്രത്തിൽ നിന്നുള്ളൊരു ഉദാഹരണം നമുക്ക് നോക്കേണ്ടി വരും. അത് ഫ്രഞ്ച് സിനിമയിലാണ് സംഭവിക്കുന്നത്. കയദു സിനിമ എന്ന ഒരു മാസിക, കയദു സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയുടെ നോട്ട് പുസ്തകം എന്നതാണ്, നോട്ട് ബുക്സ് ഓൺ സിനിമ. ആ കയദു സിനിമ എന്ന സിനിമാ വിമർശന മാസിക ആരംഭിക്കുകയും അതിലൂടെ നിലനിന്നു പോന്ന സിനിമയെയും അതിൻ്റെ വിമർശനത്തെയും വളരെ രൂക്ഷമായി കടന്നാക്രമിക്കുന്ന ഒരു സമീപനം അതിലുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ അന്ന് സ്വീകരിച്ചു. അതിന് നേതൃത്വം നൽകിയ ആളാണ് ആന്ദ്രേ ബാസിൻ്റെ ഒരു വാചകം ഞാൻ വാദിക്കാം. അത് ഇപ്രകാരമാണ്: ഓൾ ഫിലിംസ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നാണ്. അതായത് എല്ലാ സിനിമയും സ്വതന്ത്രമായും തുല്യമായുമാണ് പിറക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ക്രിറ്റിസിസമാണ് അതിൻ്റെ അർത്ഥം, അതാണ്. അതായത് ക്രിറ്റിസിസമാണ് അതിനെ മാറ്റി തീർക്കുന്നതും അതിനെ എന്താണ് എന്ന് പിന്നീട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതും റദ്ദാക്കുന്നതും പിന്നെ മനസ്സിലാക്കിപ്പിക്കുന്നതും ഒക്കെ തന്നെ. ഇത് വളരെ നിസ്സാരമായൊരു കാര്യമല്ലെന്ന് നമുക്കറിയാം. അന്ന് ഈ കയദു സിനിമയിൽ എഴുതി തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ഏറ്റവും വിസ്ഫോടനാത്മകമായ ഒരു ലേഖനം തുടക്കത്തിൽ എഴുതിയ ഒരാളാണ് ഫ്രാങ്കോ ത്രൂഫോ. നാട് വിട്ട് സിനിമാശാലയിലേക്കാണ് പോയത്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കഥകളിലും ഒക്കെ പഴയ കഥ, നാട് വിട്ടിട്ട് നമ്മൾ ബോംബെയിലേക്ക്, ചിലപ്പോൾ വീട്ടിൽ നിന്ന് തെറ്റിയിട്ട് നമ്മൾ ബോംബെക്ക് പോകും, അല്ലേ, കള്ളവണ്ടി കയറി ബോംബെക്ക് പോകും, അല്ലെങ്കിൽ മദ്രാസിലേക്ക് പോകും, അല്ലെങ്കിൽ കൽക്കട്ടയ്ക്ക് പോകും. ഇതൊക്കെ കഥകളിലും വായിച്ചിട്ടുണ്ടാവും, യഥാർത്ഥത്തിലും ചിലരെ കണ്ടിട്ടുണ്ടാവും. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ചിലപ്പോൾ തിരിച്ചു വരും, ചിലപ്പോൾ കാണാതെയാവും, അങ്ങനെയാണ്. പക്ഷേ ഫ്രാങ്കോ ത്രൂഫോ 7ാം വയസ്സിൽ വീട് വിട്ടിട്ട് സിനിമാശാലയിലേക്കാണ് അഭയം തേടുന്നത്. അദ്ദേഹത്തിന് മറ്റൊരു നാടാണ്. ആ സിനിമാശാലയിലേക്ക് അഭയം തേടുകയും 15ാം വയസ്സിൽ ഫിലിം ക്ലബ്ബ് തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ആ ഫ്രാങ്കോ ത്രൂഫോൻ്റെ ഒരു ലേഖനം ഫ്രഞ്ച് സിനിമയിലെ ചില പ്രത്യേക പ്രവണതകൾ, എ സർട്ടൻ ടെൻഡൻസി ഓഫ് ദ ഫ്രഞ്ച് സിനിമ എന്ന ലേഖനം നിലനിൽക്കുന്ന ചലച്ചിത്രാഖ്യാന രീതിയെ രൂക്ഷമായി വിമർശിച്ചു. അതിൻ്റെ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് പിന്നെ കാണാവുന്നതാണ്. ഈ ലേഖനം അന്ന് ഇത്രയും വിസ്ഫോടനാത്മകമായ രീതിയിൽ ആരംഭിച്ച ഇതേ ആന്ദ്രേ ബാസിനായിരുന്നു പത്രാധിപർ. അദ്ദേഹം ആ ലേഖനം കിട്ടിയിട്ട് ഒരു വർഷം അത് പ്രസിദ്ധീകരിച്ചില്ല. കാരണം അത് ഉണ്ടാക്കിയേക്കാവുന്ന വിസ്ഫോടനത്തെ ഭയന്നിട്ടോ അല്ലെങ്കിൽ അതിനെ അഭിമുഖീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകളിൽ ഒരു വർഷം അത് വെച്ചിരുന്നിട്ടാണ് പിന്നെ പ്രസിദ്ധീകരിച്ചത്. അത്രമാത്രം അത് പിന്നെ സാഹിത്യത്തെ, സിനിമയിൽ ആവിഷ്കരിക്കുന്ന രീതികളെ, അന്ന് നിലനിന്ന രീതികളെയൊക്കെ തന്നെ അതിരൂക്ഷമായി വിമർശിച്ചു. മാത്രമല്ല അതിനെ വിമർശനത്തിൽ തന്നെ നിലനിന്നു പോകുന്ന രീതികൾ എപ്രകാരമാണ് സിനിമയെ ബോധ്യപ്പെടുത്താതിരുന്നത് എന്ന് മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ ദ 400 ബ്ലോസ്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ഇവർ ഒരു പുതിയ സിനിമയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതാണ് ഫ്രഞ്ച് ന്യൂ വേവ്. അതായത് ഈ വിമർശകരാണ് സിനിമയിൽ എന്താണ് സിനിമ എന്ന് ഒരു കാലഘട്ടത്തിൽ തന്നെ കാണിച്ചു. അതിന് ചരിത്രപരമായ ഒരുപാട് പിന്നെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു കാലമാണ് 2ാം ലോക മഹായുദ്ധത്തിൻ്റെയും ദേശരാഷ്ട്രങ്ങളുടെ. അങ്ങനെ 40കളാണ്. 40കൾ 50കൾ എന്ന് പറയുമ്പോൾ പിന്നെ ചെറിയൊരു കാലഘട്ടമല്ല. അപ്പോൾ അതിൽ ഉള്ള പ്രധാനപ്പെട്ട
ഒരാളായിരുന്നു ഗൊദാർദ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഴാങ് ലുക് ഗൊദാർദ്. ഗൊദാർദിനെ കുറിച്ചിട്ട് പിന്നെ ഒരു വാക്യമുണ്ട്, ഒരു തമാശ പോലെയും കാര്യം പോലെയും പറയുന്ന ഒരു കാര്യമാണ്. ഇൻ സിനിമ ദർ ഇസ് നോ ഗോഡ്, ഓൺലി ഗൊദാർദ് എന്നാണ്. ഇൻ സിനിമ ദർ ഇസ് നോ ഗോഡ്, മറ്റേ എല്ലാത്തിനും നമുക്ക് ദൈവം ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു ദൈവമുണ്ട്, ആ ദൈവമില്ല, അത് ഗൊദാർദാണ് എന്ന് പറയാറുള്ള അദ്ദേഹം അടുത്ത കാലത്ത് സ്വയം ജീവിതം അവസാനിപ്പിച്ചു. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വിമർശകനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, വിമർശകനായിരുന്ന കാലത്ത് ഞാൻ വിചാരിച്ചത് ഞാൻ ചലച്ചിത്രകാരനാണെന്നാണ്. പിന്നീട് ചലച്ചിത്രകാരനായി മാറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വിമർശകനാണെന്നുള്ളത്. കാരണം ഇപ്പം നമ്മളെന്താ വിചാരിക്കുന്നത്, ചലച്ചിത്ര നിരൂപണം ലേഖന രൂപത്തിൽ എഴുതുന്നു അല്ലേ, ഇതാണല്ലോ ചലച്ചിത്ര നിരൂപണം അല്ലെങ്കിൽ വിമർശനം എന്ന് നമ്മൾ കരുതുന്നത്. ആ ചലച്ചിത്ര വിമർശനം തന്നെ സിനിമയുടെ രൂപത്തിൽ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ്. അപ്പോഴാണ് അതിന് ഉപന്യാസ സിനിമ, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അതുകൊണ്ടാണ് ഗൊദാർദ് റീ ഇൻവെന്റഡ് സിനിമ എന്നാണ് പറയുന്നത്. ഗൊദാർദ് രണ്ടാമത് കണ്ടെടുത്തു. അപ്പം എന്തായിരുന്നു സിനിമ എന്നല്ല, എന്തായിരിക്കണം സിനിമ എന്നുള്ളതിനെ കുറിച്ച് അതിനെ പിന്നീട് വീണ്ടും ലംഘിക്കപ്പെടും. അല്ലെങ്കിൽ അത് തന്നെ ജഡാവസ്ഥയിലേക്ക് മാറും. അതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുന്നതാണ്. അപ്പം അപ്രകാരമുള്ള ഈ ഫ്രഞ്ച് ന്യൂ വേവിൻ്റെ പിന്നെ ആ ഒരു ഫ്രഞ്ച് ന്യൂ വേവ് സൃഷ്ടിച്ചത് വിമർശകരാണ്. അല്ലെങ്കിൽ വിമർശനം തന്നെ എപ്രകാരമാണ്. അപ്പം സിനിമയിൽ ഇന്ന് നമുക്ക് സിനിമ മഹത്തരമാണ് അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം മഹത്തരമാണ് എന്ന് എവിടെയൊക്കെ അടയാളപ്പെടുത്തുന്നുവോ അവിടെയൊക്കെ അടയാളപ്പെടുത്തപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് ഫ്രഞ്ച് ന്യൂ വേവ് ഇത് പറയുന്നുണ്ട്. ഗൊദാർദിന് ഒരുപാട് ഇതുണ്ട്, ഞാൻ അതൊന്നും ഇവിടെ വായിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയാം, സിനിമ മഹത്തായതാണ്, എന്നാൽ ഭയാനകവുമാണ്. ഭാവനാത്മകമായിരിക്കെ തന്നെ അശ്ലീലവുമാണ്. നുണകളും ശരീരക്കാഴ്ചകളും വിൽക്കുന്നതിന് വേണ്ടി മുതലാളിത്തം നിർമ്മിച്ചെടുത്തൊരു വ്യവസായ പദ്ധതിയാണ് സിനിമ എന്ന് ഗൊദാർദ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നിഷ്കളങ്കമായിരുന്ന ഒരു മൂലകത്തെ യഥാർത്ഥത്തിൽ അതിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അത് വരുമ്പോൾ അത് വളരെ നിഷ്കളങ്കമായിരുന്നു വേണമെങ്കിൽ നമുക്ക് കരുതാം. അതിനെ പണവും ലാഭക്കൊതിയും എവിടെ കൊണ്ടു ചെന്ന് എത്തിച്ചു എന്ന് വിവരിക്കുന്നതിലൂടെ സിനിമയുടെ ചരിത്രം വീഴ്ചയുടെ ചരിത്രമാണ് എന്ന് ഗൊദാർദ് പറയുന്നുണ്ട്. ആ ഗൊദാർദ് ഈ വിമർശനത്തിൻ്റെ ഇതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമ. അദ്ദേഹം പിന്നെ അതിൻ്റെ മറ്റതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ എന്നാൽ ഫ്രഞ്ച് ന്യൂ വേവ് സിനിമയിലെ വിമർശനത്തിൻ്റെ ആദ്യത്തെ ഒരു വിസ്ഫോടനവുമല്ല. അതിന് മുമ്പ് തന്നെ സംഭവിക്കുന്നുണ്ട്. അതിന് മുൻപ് പിന്നെ നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു മാധ്യമമായിട്ടാണ് സിനിമ രൂപപ്പെടുന്നത്. ലൂമിയർ സഹോദരന്മാരാണെങ്കിലും അല്ലെങ്കിൽ ജോർജ് മെലീസ് ആണെങ്കിലും ഒക്കെ ആ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നത്. പിന്നീട് ഇത് മുതലാളിത്തത്തിൻ്റെ അന്നത്തെയും ഇന്നത്തെയും, മുതലാളിത്തത്തിൻ്റെയും സാമ്രാജ്യത്തിൻ്റെയും പിന്നെ എല്ലാത്തിൻ്റെ അന്നത്തെയും ഇന്നത്തെയും കേന്ദ്രമായ അമേരിക്ക ഇത് ഏറ്റെടുക്കുകയും ഹോളിവുഡ് രൂപപ്പെടുകയുമാണ്. ആ ഹോളിവുഡ് വളരെ ശക്തമായിട്ട് രൂപപ്പെടുത്തും. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ അത് വളരെ ഇതായിപ്പോയി. അപ്പോഴാണ് ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം സംഭവിക്കുന്നത്. ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിലൂടെ സോവിയറ്റ് യൂണിയൻ എന്ന പുതിയ രാജ്യം പിന്നെ രൂപപ്പെടുന്നു. അങ്ങനെ രൂപപ്പെടുമ്പോൾ സിനിമയുമായിട്ട് അതിനുള്ള കുറേ കണക്ഷൻ ഉണ്ട്. ഒന്ന്, ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ആധാരമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് മാർക്സിസമാണ്. മാർക്സ് കാണാത്ത കലയാണ് സിനിമ. കാരണം മാർക്സ് മരിച്ചിട്ട് ശേഷമാണ് സിനിമ അതുകൊണ്ട് സിനിമയുടെ ഒരു നിർവചനം തന്നെ മാർക്സ് കാണാത്ത കല എന്നതാണ്. അങ്ങനെയാണ് സിനിമയുടെ ഒരു നിർവചനം തന്നെ, അതാണ് മാർക്സ് കാണാത്ത കല. ആ മാർക്സിസത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി സ്വീകരിച്ചുകൊണ്ട് രൂപപ്പെട്ട രാഷ്ട്രത്തിൻ്റെ സോവിയറ്റ് യൂണിയൻ്റെ നേതാവായിരുന്ന ലെനിൻ പറയുന്ന സുപ്രധാനമായൊരു വാചകം, ഓഫ് ഓൾ ആർട്സ് സിനിമ ഈസ് ദ ഗ്രേറ്റസ്റ്റ് എന്നാണ്. എല്ലാ കലകളിലും വെച്ച് സിനിമയാണ് മഹത്തരം എന്ന് പറയുക മാത്രമല്ല, പിന്നെ ഒരു പുതിയ രാഷ്ട്രം രൂപപ്പെടുകയാണ്. സോവിയറ്റ് യൂണിയൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും എന്തുമാത്രം പുതിയ അത്. കാരണം കാർഷിക സമൂഹമായിരുന്നു, സാർ ഭരണകൂടത്തിൻ്റെതായ ഇതുണ്ടായിരുന്നു, ലോകത്ത് മുഴുവനും അതിനെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ. അതുകൊണ്ട് തന്നെ പിന്നീട് ആ രാഷ്ട്രം 70-80 കൊല്ലത്തിന് ശേഷം തകരുന്നുമുണ്ട്. അത് മറ്റൊരു കാര്യം. പക്ഷേ അന്ന് തന്നെ ആ തുടക്കത്തിൽ തന്നെ ഫിലിം സ്കൂൾ സ്ഥാപിച്ചു. മോസ്കോയിലും ലെനിൻഗ്രാഡ് പിന്നെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന നഗരത്തിൽ 2 ഫിലിം സ്കൂളുകളാണ് സ്ഥാപിക്കുന്നത്. ആ ഫിലിം സ്കൂളിലെ അധ്യാപകനായിരുന്നു ഐസൻസ്റ്റീൻ. അപ്പോൾ സൈദ്ധാന്തികനും അധ്യാപകനും നിരൂപകനും വിമർശകനും ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ പോലെ പിന്നെ ഉള്ള സിനിമ എടുത്തുകൊണ്ട്, ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ വാസ് എ പ്രോപ്പഗൻഡ ഫിലിം. ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ പ്രചരണ സിനിമയാണ് ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൻ. ആ സിനിമ എടുത്തതിലൂടെ എങ്ങനെയായിരിക്കണം സിനിമ എന്ന് ഹോളിവുഡിന് മുൻപിൽ ഒരു വലിയ ഒരു മാറ്റം അന്ന് തന്നെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം അത് പിന്നീട് സൈലന്റ് എറയിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫ്രഞ്ച് ന്യൂ വേവ് ഇത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും 2ാം ലോക മഹായുദ്ധം നമുക്കറിയാം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 60കളിൽ ലോകത്തിൽ പുതിയ ഒരുപാട് മാറ്റങ്ങൾ വരും. ഒന്ന് വിയറ്റ്നാം യുദ്ധം, വിയറ്റ്നാമിലെ അമേരിക്കയുടെ അധിനിവേശവും അതിനോട് ചെറുത്തുനിൽപ്പ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി കലാപം, യൂറോപ്പിലെ വിദ്യാർത്ഥി കലാപം. ഇത് രണ്ടും നോളജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വിജ്ഞാനം എന്ന് പറയുന്ന
ഘടകത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പരികൽപ്പനയെ തന്നെ മാറ്റിമറിക്കുകയാണ്. എന്താണ് വിജ്ഞാനം എന്ന് അതുവരെ അക്കാദമിക് സമൂഹവും പൊതുസമൂഹവും പൊതുബോധവും എല്ലാവരും കരുതിപ്പോന്നിരുന്ന കാലത്തെ ജനങ്ങൾ അട്ടിമറിക്കുകയാണ്. അതാണ് 60കളുടെ ഒരു പ്രധാനപ്പെട്ട നീക്കിയിരിപ്പ്, ഈ വിജ്ഞാനം. അപ്പം അത് മാറ്റുന്നതോടുകൂടി സിനിമയുടെ രംഗത്തും സിനിമയെ നോക്കിക്കാണുന്ന ഇതിലും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കല, പ്രകൃതി, ഇത് വിജ്ഞാനം എന്ന് പറയുമ്പോൾ കല, പ്രകൃതി, സമൂഹം, യാഥാർത്ഥ്യം, മിഥ്യ, സ്വത്വം, പ്രകടനം, സൃഷ്ടി, സ്രഷ്ടാവ്, കലാകാരൻ അല്ലെങ്കിൽ കലാകാരി, ഈ ഘടകങ്ങളെയൊക്കെ സംബന്ധിച്ച ക്ലാസിക്കൽ വ്യാഖ്യാനങ്ങളെ പുതുതലമുറ വിമർശകർ ചോദ്യം ചെയ്തു. അങ്ങനെ ഭാഷാശാസ്ത്രം, ചിഹ്നശാസ്ത്രം, ഘടനാവാദം, സാംസ്കാരിക ചരിത്രവാദം, മാർക്സിസം, മനോവിജ്ഞാനീയം, ഫെമിനിസം, അപനിർമ്മാണം, നരവംശാസ്ത്രം, ഈ പുതിയ പഠന വിശകലന രീതികളെല്ലാം തന്നെ സിനിമാ വിമർശനത്തിലേക്കും പഠനത്തിലേക്കും അപ്ലൈ ചെയ്യപ്പെട്ടു. ഇതെല്ലാം തന്നെ വളരെ സംഘർഷഭരിതമാണ്. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് സിനിമയുടെ അധികാരം എപ്പോഴും ഭരണകൂടത്തിൻ്റെ അധികാരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിന് വലിയൊരു ഉദാഹരണം വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, നമ്മൾ കേരളത്തിൽ തന്നെ എടുത്താൽ മതി. കാരണം കേരളത്തിലെ സിനിമയുടെ അധികാരികൾ എപ്പോഴും ഭരണകൂടത്തിൻ്റെ ഒപ്പം നിൽക്കും, അല്ലെങ്കിൽ ഭരണകൂടം എപ്പോഴും സിനിമയുടെ അധികാരികളുടെ ഒപ്പം നിൽക്കും എന്ന് നമുക്കറിയാം. കാരണം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഏതിലും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നു. അപ്പം അത്തരത്തിലുള്ള ഇത് കേരളത്തിൻ്റെ ചെറിയ ഉദാഹരണം മാത്രമാണ്. പക്ഷേ ഇത് ലോക ചരിത്രത്തിൽ, സിനിമയുടെ ചരിത്രത്തിലും ലോക ചരിത്രത്തിലും എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. ഹിറ്റ്ലർക്ക് സിനിമ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഹിറ്റ്ലർ സിനിമ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ലെനി റീഫൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രകാരിയെ തന്നെ റിക്രൂട്ട് ചെയ്യുകയും അങ്ങനെ ലെനി റീഫൻസ്റ്റാളുടെ ട്രയംഫ് ഓഫ് ദ ബിൽ അല്ലെങ്കിൽ ഒളിമ്പിയ പോലുള്ള സിനിമകളൊക്കെ അത് വലിയൊരു ഹിസ്റ്ററിയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്രമേള ആരംഭിക്കുന്നത് മുസോളിനിയാണ്. മുസോളിനിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം, ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഭരണകൂടമാണ് വെനീസ് ചലച്ചിത്രമേള ആരംഭിക്കുന്നത്. ആ വെനീസ് ചലച്ചിത്രമേളയിൽ ഈ ലെനി റീഫൻസ്റ്റാളിൻ്റെ സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു വിഷയം ഉണ്ടായപ്പോഴാണ് കാൻ ഫെസ്റ്റിവൽ, അതിന് ബദലായിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഫെസ്റ്റിവലായിട്ട് കാൻ ഫെസ്റ്റിവൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അധികാരവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ, അത് സിനിമയ്ക്കുള്ളിലുള്ള സൗന്ദര്യത്തിൻ്റെ അധികാരത്തോടൊപ്പം തന്നെ ഈ ഭരണകൂട അധികാരവുമായിട്ടുള്ള അതിൻ്റെ സന്ധിയുമായിട്ടുള്ള വലിയ ഒരു സംഘർഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിലിം ക്രിറ്റിസിസം എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു മേഖലയാണ്. അത് ഞാൻ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പറയുന്നതല്ല. അപ്പം നേരത്തെ ഇവിടെ പറയുകയുണ്ട്, ആനന്ദവർദ്ധനൻ ഒരു നിരൂപകൻ്റെ പേരാണ്. ഒരുപക്ഷെ അദ്ദേഹം ആ വിമർശനം എഴുതിയതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് വന്ന പേരായിരിക്കാം, നമുക്കറിയാൻ പറ്റില്ല സംസ്കൃത കാലഘട്ടത്തിൽ, ആനന്ദവർദ്ധകൻ. അതേസമയത്ത് തന്നെ സുനിൽ മാഷ് പറയുമ്പോൾ മറ്റൊരു പേര് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ലോറ മൽവിയുടെ പേര് പറയുന്നു. വിഷ്വൽ പ്ലഷർ ഇൻ നറേറ്റീവ് സിനിമ എന്ന് പറയുന്ന സുപ്രസിദ്ധമായ സെമിനൽ ലേഖനത്തിലൂടെ ആ ലോറ മൽവി പറയുന്നുണ്ട്, ക്രിട്ടിക് വിൽ ഡിസ്ട്രോയ് ദ പ്ലഷർ എന്നാണ്. അതായത് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്ന ആളല്ല, ക്രിട്ടിക് വിൽ ഡിസ്ട്രോയ് ദ പ്ലഷർ. അപ്പം സിനിമ സൃഷ്ടിക്കുന്ന പ്ലഷർ അതൊരു അധികാരമാണ്, ആ അധികാരത്തെ തകർക്കുന്ന ആളാണ് ക്രിട്ടിക് എന്ന് ലോറ മൽവി വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ആ ഫെമിനിസത്തിൻ്റെ ഇതിലുള്ള ഒരിതാണ്. ഇത് നമുക്ക് ഇപ്പം ഇവിടെ റഫീഖ് മാഷ് പറഞ്ഞതുപോലെ ഇത് ആദ്യ കാലഘട്ടത്തിൽ, ഇന്നിപ്പോൾ ഒരർത്ഥത്തിൽ എല്ലാവരും സിനിമാ നിരൂപകരാണ്. യഥാർത്ഥത്തിൽ സിനിമാ നിരൂപകൻ എന്ന് പറഞ്ഞിട്ട് പേരിൻ്റെ ഒപ്പം അങ്ങനെ വെക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അവാർഡ് ലഭിക്കുന്നവരോ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നവരൊക്കെ 1-2 ആളെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കറിയാം എല്ലാ ആളുകളും സിനിമ. ഇപ്പോൾ ഉദാഹരണത്തിന് സിനിമയിലെ ഒരു പ്രധാന വിഷയമാണ് കഥ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അതായത് കഥ പറയാൻ കഴിയുന്ന ഒരു മാധ്യമമാണ് സിനിമ. സിനിമ അപ്രകാരം വന്നൊന്നല്ല എന്നുള്ള എല്ലാവർക്കും അറിയാം, അതിൻ്റെ ചരിത്രം മനസ്സിലാവും. പക്ഷേ സിനിമ കഥ പറയാൻ പറ്റുന്ന ഒരു ഇതായതുകൊണ്ട് സിനിമയിലൊരു കഥയില്ല. ഈ ഒരു വാചകമെങ്കിലും പറയാം, ആ സിനിമയിലൊരു കഥയില്ല, ഈ വാചകമെങ്കിലും പറയാത്ത ഒരാളും ഉണ്ടാവില്ല, അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എല്ലാവരും നിരൂപകരാണെന്നാണ്. ആ സിനിമ കാണുന്ന എല്ലാവരും നിരൂപകരായി മാറി. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. അപ്പം അങ്ങനെ അത് തീർച്ചയായും അങ്ങനെ തന്നെ സംഭവിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഈ നോവലിലൊക്കെ തന്നെ ഉള്ളതുപോലെ തന്നെ ജേർണലിസ്റ്റിക് ക്രിറ്റിസിസം, അതുപോലെ തന്നെ ബൗദ്ധിക വിമർശനം, അതുപോലെ അക്കാദമിക് പഠനം, ഇതിൻ്റെ എല്ലാം രീതികൾ ഇന്ന് ഈ ഫിലിം ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസിച്ച് വന്നിട്ടുണ്ട്. പത്രമാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും കാണുന്ന റിവ്യൂസ്, റീൽസ് അല്ലെങ്കിൽ യൂട്യൂബിലുള്ള അതുപോലെ തന്നെ ഇതിനെ വളരെ ബൗദ്ധികമായി ഇതിൻ്റെ ചരിത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട്, സിനിമയുടെ ചരിത്രത്തെയും അതുപോലെ തന്നെ അതിൻ്റെ സമകാലികതയും പല രീതിയിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ബൗദ്ധിക വിമർശനം, അതുപോലെ തന്നെ അക്കാദമിക് പഠനം. ഈ അക്കാദമിക് പഠനവും ഈ ബൗദ്ധിക വിമർശനവും തമ്മിൽ വലിയ ഒരു മാറ്റമുണ്ട്. പലപ്പോഴും അത് ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻക്രോച്ച് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, ചിലപ്പോൾ കാണാൻ കഴിയില്ല. എങ്കിലും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്കാദമിക് പഠനത്തിൽ പലപ്പോഴും ഇപ്പം നരവംശാസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ ഫെമിനിസം ആയിരിക്കാം, അല്ലെങ്കിൽ മനോവിജ്ഞാനിയുമായിരിക്കാം, അതിൻ്റെ ഒരു ടൂളായിട്ടാണ്, അതായത് തങ്ങൾ
കൊണ്ടുവരുന്ന ഒരു സിദ്ധാന്തത്തിൻ്റെ അതിനൊരു ടൂളായിട്ടാണ് പലപ്പോഴും സിനിമ എടുക്കുക. അവർ സിനിഫിലി എന്ന് പറയുന്ന അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടമായതുകൊണ്ട് അതിലേക്ക് വരുന്നവരായിക്കൊള്ളണമെന്നുമില്ല. അപ്പോൾ അത്തരം ഒരു പ്രതിസന്ധി ആ ഒരു പഠനങ്ങളെ ചില സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ സമയം അവസാനിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മലയാളത്തിലെ ചലച്ചിത്ര നിരൂപണത്തെ സംബന്ധിച്ച് ദീർഘമായൊരു ഇതാണെങ്കിൽ പോലും അതിൻ്റെ ചില സൂചനകൾ, മലയാളത്തിൽ എന്താണ് ചലച്ചിത്ര നിരൂപണം ത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ ചരിത്രം, കാരണം നിരൂപണത്തിൻ്റെ ചരിത്ര വഴികൾ എന്നതാണ് നമ്മുടെ വിഷയം. കേരളത്തിൽ മലയാളത്തിൽ ഒരു ആദ്യ കാലഘട്ടത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സിനിക്ക്, കോഴിക്കോടൻ, നാദിർ ഷാ, അശ്വതി, ഇത്തരം ആളുകളാണ് സിനിമാ നിരൂപണം എന്ന രീതിയിൽ എഴുതി തുടങ്ങിയിട്ടുള്ളത്. അവരെഴുതുകയും അതൊക്കെ വളരെ ഉപരിപ്ലവമായ രീതിയിൽ അത് പലപ്പോഴും അതിന് സിനിമാ പ്രവർത്തകരുമായിട്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് പിന്നീട് മാറിത്തീരുന്നത് ഫിലിം സൊസൈറ്റികളുടെ വരവോട് കൂടിയിട്ടാണ്. 60കളുടെ അവസാനം 70കൾ. കാരണം 50 യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ വലിയൊരു ചിന്തരവി പറയുന്നത് മലയാള സിനിമ എപ്പോഴെങ്കിലും വർഗസമരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് 50കളുടെ രണ്ടാം പകുതിയിലും 60കളിലുമാണ് എന്നുള്ളതാണ്. നീലക്കുയിൽ തൊട്ട് രണ്ടിടം കഴിയും, നിണമണിഞ്ഞ കാൽപ്പാടുകളും, മുടിയനായ പത്രം, ചെമ്മീനും അടക്കം ഓളവും തീരവും വരെയുള്ള സിനിമകളാണ് മലയാള സിനിമ വർഗസമരത്തിൽ ഏർപ്പെട്ടത്. അതിന് സിനിമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് മറ്റ് പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അതിനെ ഒരു ചരിത്രപരമായും സാമൂഹ്യശാസ്ത്രപരമായും രാഷ്ട്രീയമായും പഠിക്കപ്പെടുന്ന നിരൂപണ രീതി അക്കാലത്ത് ഇവിടെ പ്രാബല്യത്തിൽ വരാതിരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വികസിക്കപ്പെടാതിരുന്നത് കൊണ്ടോ ആ സിനിമയെ തന്നെ എപ്രകാരമാണ് അന്ന് അത് കാണുന്നവരെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാൻ അന്ന് നിരൂപണത്തിന് സാധിക്കുന്നില്ല. അപ്പം ഇത് വലിയ ഒരു സമൂഹത്തിൻ്റെ തന്നെ വലിയൊരു പരാജയമാണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ 70കളോട് കൂടിയിട്ടാണ് ഈ ലോക സിനിമയുമായിട്ടുള്ള നമ്മളുടെ വലിയ രീതിയിലുള്ള പരിചയവും അതുപോലെ തന്നെ ഫിലിം സൊസൈറ്റികളുടെ ആവിർഭാവവും വരുന്നതോടുകൂടി വിജയകൃഷ്ണനെ പോലുള്ള ആളുകൾ വിദേശ പഠനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നു. ഐ ഷൺമുഖദാസിനെ പോലുള്ള ഒരാൾ, ഐ ഷൺമുഖദാസ് ഈ ചലച്ചിത്ര നിരൂപണം എന്നത് തന്നെ എത്ര ധ്യാനാത്മകവും അതോടൊപ്പം തന്നെ അതിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര നിരൂപണ രീതി പിന്തുടരുന്ന ഒരാളല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര എപ്രകാരം അത് വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒന്നാണ് എന്ന് അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷം അല്ലെങ്കിൽ അതിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ ചിന്തരവി എന്ന് പറയുന്ന രവീന്ദ്രൻ വരുന്നത്. ഇപ്പം റഫീഖ് ഇവിടെ പറഞ്ഞ റഫീഖ് പോയി തോന്നില്ല, ചിന്തരവി എൻ്റെ കേരളം എന്ന് പറഞ്ഞ ഒരു സീരീസ് ചെയ്തിരുന്നു ഏഷ്യാനെറ്റ് തുടങ്ങിയ കാലത്ത്. എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് തുടങ്ങിയിട്ട് കാസർഗോഡ് ഇവിടുന്ന് തുടങ്ങിയിട്ട് തെക്കോട്ട് വരെ അദ്ദേഹം നടന്നിട്ടല്ല വണ്ടിയിൽ പോയി കേരളത്തെ അവതരിപ്പിക്കുന്ന ഒരു ട്രാവലോഗാണ് എൻ്റെ കേരളം. അപ്പോൾ അതിന് കണ്ടിട്ട് അതേപോലെ റഫീഖ് ഇബ്രാഹിം അതേ വഴി കൂടെ പോകുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് കോളേജ് പഠിക്കറ്റാണ്, അതേ വഴി കൂടെ. അങ്ങനെയാണ് ഈ തസ്രാക്കിൽ ആദ്യം വന്നതെന്നാണ് റഫീഖ് എന്നോട് സംസാരിച്ചതാണ്. അപ്പോൾ ഈ ചിന്ത രവി ഇതിനെ, അതായത് വിപുലമായി ഉപഭോഗം ചെയ്യപ്പെടുന്ന ജനപ്രിയ കലയായ സിനിമയെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രൂപങ്ങൾ എന്ന രീതിയിൽ പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രേരണ രവീന്ദ്രൻ നൽകുകയുണ്ടായി. ഇപ്പം അടുത്ത കാലത്ത് നമ്മളുടെ പ്രധാനമന്ത്രി പറഞ്ഞു ഗാന്ധി എന്ന് പറയുന്ന സിനിമ വന്നപ്പോഴാണ് നമുക്ക് ഗാന്ധിയെ പരിചയമായത് എന്നുള്ളത്. എന്താണ് ഗാന്ധി സിനിമ എന്ന് യഥാർത്ഥത്തിൽ വളരെ രൂക്ഷമായി ഞാനത് കേട്ട ഉടനെ അതാണ് ആലോചിച്ചത്. ഗാന്ധി സിനിമയെ കുറിച്ചിട്ട് രവീന്ദ്രൻ നടത്തിയിട്ടുള്ള ചില ഇതാണ്. ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. പക്ഷേ മലയാള സിനിമാ നിരൂപണം അല്ലെങ്കിൽ വിമർശനത്തിൻ്റെ ഒരു ഉയരം അതിനെത്താവുന്നതിൻ്റെ അതിൻ്റെ ചരിത്ര വഴിയിൽ അതിനെത്താവുന്നതിൻ്റെ ഏറ്റവും ഒരു ഉയരത്തിലെത്തിയ ഒരു ഘട്ടം, ആ ഘട്ടം ഞാനിവിടെ വിവരിക്കാം. അത് ഈ രവീന്ദ്രൻ്റെ ചില വരികൾ, അദ്ദേഹത്തിൻ്റെ സിനിമയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. അത് നേരത്തെ കലാവിമർശനം മാർക്സിസ്റ്റ് മാനദണ്ഡം എന്ന് പറയുന്ന ഒരു രവീന്ദ്രൻ തന്നെ എഡിറ്റ് ചെയ്ത പുസ്തകത്തിൽ അദ്ദേഹം ആദ്യം എഴുതിയൊരു ലേഖനമാണ്. അതിൽ EMS ബി ഗോവിന്ദപിള്ളയും കെ വേണുവും ബി രാജീവനും സച്ചിദാനന്ദ മാഷൊക്കെ എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിരുന്നു കലാവിമർശനം മാർക്സിസ്റ്റ് മാനദണ്ഡം എന്നുള്ളത്. ആ പുസ്തകത്തിലെ ഒരു ലേഖനത്തെയാണ് അദ്ദേഹം പിന്നീട് സിനിമയുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന പുസ്തകം ആയിട്ട് ഇതാക്കുന്നത്. ഇപ്പം മാതൃഭൂമി പുറത്തിറക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ ഈ ലോറ മൽവിയുടെ തിയറി നേരത്തെ പറഞ്ഞല്ലോ, അതായത് പുരുഷൻ്റെ നോട്ടം ആൺനോട്ടം, മെയിൽ ഗെയ്സ് എന്ന് പറയുന്ന സ്ത്രീയുടെ കാഴ്ച എന്ന് പറയുന്ന ആ സംഭവത്തെ, ഇത് പാശ്ചാത്യ ഇതിലാണ് ലോറ മൽവിയിൽ അപ്ലൈ ചെയ്യുന്നത്. ലോറ മൽവിയുടെ ആ ആർട്ടിക്കിൾ നമ്മൾ വായിക്കുന്ന സമയത്ത് ആ സിനിമയൊന്നും തന്നെ നമുക്ക് പരിചയമുള്ള സിനിമ ആയിരിക്കില്ല. പക്ഷേ അത് ഇന്ത്യൻ സിനിമയുടെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മലയാളം അടക്കമുള്ള തമിഴും ഹിന്ദിയും ഒക്കെ ഉള്ള സിനിമയിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു ഘട്ടമാണ്. അത് കാബറെ നൃത്തങ്ങളെക്കുറിച്ചാണ്. നിശാ ക്ലബ്ബുകളും കാബറെ നൃത്തങ്ങളും നമ്മളുടെ സിനിമയുടെ ഒരു സ്ഥിരം ഘടകമാണ്. ഇപ്പോഴും ഉണ്ട്, പണ്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ അതിൽ ഇന്ത്യയിലെ ഐറ്റം ഡാൻസ് എന്നാണ് അതിന് പറയുന്നത്. ആ ഐറ്റം ഡാൻസ് എന്ന് പറയുന്ന പേര് തന്നെ നേരത്തെ ഭാഷയിലുള്ള ഒരു പേരല്ല ഐറ്റം ഡാൻസ്.
ഈ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഐറ്റം ഡാൻസർ എന്ന് പറയുന്നത് ഹെലനാണ്. ഹെലൻ ഇപ്പോഴും പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരു നടിയാണ്. അവർ തന്നെ പറയുന്നത് അവർ 1000 ആണോ 1500 എത്ര സിനിമയിൽ അഭിനയിച്ചു എന്ന് ഹെലന് തന്നെ അറിയാൻ പറ്റുന്നില്ല. ഹെലനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമുണ്ട് കേട്ടോ. ഹെലൻ എച്ച് ബോംബ് എന്നാണ്, ജെറി പിൻഡോ എഴുതിയിട്ടുള്ള ഒരു പഠനമാണ്. ഹെലൻ എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വത്തിലേക്ക് ഉൾപ്പെടുത്തപ്പെടാതിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ കാബറയെ സംബന്ധിച്ച് രവീന്ദ്രൻ ഇങ്ങനെയാണ് പറയുന്നത്. അതായത് സാധാരണ ഗതിയിൽ ഒരു കാബറെ നൃത്തം തുടങ്ങുന്നത് നർത്തകിയുടെ അർദ്ധനഗ്നദേഹം നേരിട്ട് പ്രേക്ഷകന് മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടല്ല, നൃത്തം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രതിനായകന്റെയോ പ്രതിനായക സ്വഭാവമുള്ള സദസ്സിന്റെയോ ഒരു ഷോട്ടിൽ നിന്നാവും സീക്വൻസ് തുടങ്ങുന്നത്. അതായത് ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമല്ല. നമ്മളുടെ സദാചാര ബോധത്തിലോ നമ്മളുടെ ധാർമ്മിക ബോധത്തിലോ നമ്മളുടെ ഡിസിപ്ലിൻ, നമ്മളുടെ അച്ചടക്കത്തിലോ കാണാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ നമ്മൾ പോകാൻ പാടില്ലാത്തതോ ആയ ഒരു സ്ഥലത്ത് നടക്കുന്ന കാബറെ നൃത്തം പ്രതിനായകൻ കാണുന്നത് കൊണ്ട് നമുക്ക് കാണേണ്ടി വരികയാണ്. അങ്ങനെയാണ് എപ്പോഴും വരിക. പ്രതിനായകനാണ് അവിടെ. അങ്ങനെ ആ പ്രതിനായകൻ ഇത്രേ ഉള്ളൂ. ആ പ്രതിനായകൻ കാണുന്നപ്പോൾ പ്രതിനായകന്റെ ഒപ്പം നിന്നിട്ട് നമ്മൾ അതിൻ്റെ ആനന്ദത്തിൽ ഉൾപ്പെടുന്നു. ആ ആനന്ദത്തിൽ ഉൾപ്പെടുകയും അതിൻ്റെ മറ്റു വിവരങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അങ്ങനെ ഈ പ്രതിനായകനെ അവിടെ വെച്ച് പിടികൂടും. അങ്ങനെ ആ വില്ലനെ പിടികൂടാനുള്ള നായകൻ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പം ഈ തസ്രാക്കിലാണ് നൃത്തം നടക്കുന്നതെങ്കിൽ പാലക്കാട്ട് നിന്ന് നായകൻ പിന്നെ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അവിടെ നിന്ന് പുറപ്പെടുന്ന ഇത്രയും ദൂരം, ഇത്രയും സമയം, ആ സമയദൂരം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഈ പ്രതിനായകനൊപ്പം ഇരുന്നിട്ട് ഈ ഡാൻസ് കാണുകയും ചെയ്യാം. അതിൻ്റെ ആനന്ദത്തിൽ അത് അനുഭവിക്കുകയും ചെയ്തിട്ട് പെട്ടെന്ന് നായകൻ വന്ന് വില്ലനെ പിടികൂടുന്നതോടെ നമ്മൾ നായകൻ്റെ ഒപ്പം ചേരുന്നു. നമ്മൾ നായകൻ്റെ ഒപ്പം ചേരുമ്പോൾ എന്തായി? നമ്മളിത് കാണേണ്ട ആനന്ദം അനുഭവിക്കുകയും ചെയ്തു, അതിൻ്റെ പാപഭാരത്തിൽ നിന്ന് പുറത്ത് കിടക്കുകയും ചെയ്തു. നമ്മൾ നായകൻ്റെ കൂടെ ആയല്ലോ, നമ്മൾ എന്നും നായകൻ്റെ ഒപ്പമാണ്. പക്ഷേ ഇടയിൽ നമ്മൾ ഈ നായകൻ അയാളെ പിടികൂടുന്ന അവസരം നോക്കിയിട്ട് വില്ലൻ ഇത് കണ്ടപ്പോൾ വില്ലൻ്റെ ഒപ്പം കണ്ടിട്ട് എത്രമാത്രം കണിശമായും ശാസ്ത്രീയമായുമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ സദാചാര കാപട്യത്തെ രവീന്ദ്രൻ വിശകലനം ചെയ്യുന്നതാണ്. ഇത് പിന്നെ നിരന്തരമായി തുടരുന്നതാണ് നമ്മളുടെ സിനിമ. ഇത് പിന്നീട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, വികസിച്ച് വരികയും ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിരൂപണം, വിമർശനം എഴുതുകയോ പ്രസിദ്ധീകരിക്കുകയോ ഒന്നും ചെയ്തുകൊള്ളണമെന്നില്ല. ഇത് വ്യാപകമായ ആളുകളിലേക്ക് ഇതിന്ന് ഡിസമിനേറ്റ് ചെയ്യപ്പെട്ടു. ഇത്തരത്തിൽ കാണുന്ന ഡിസമിനേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് അനിമൽ പോലെ വളരെ അട്രോഷ്യസ് ആയിട്ടുള്ള ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് എന്തുകൊണ്ടും യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യ എന്ന രാഷ്ട്രത്തിന് തന്നെ അപമാനമായൊരു സിനിമയാണ് അനിമൽ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ അവർ പറയുന്നത് ഇതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല. അപ്പം മുൻകൂർ ജാമ്യമാണ്. ഓരോ സുപ്രീം കോടതിയൊക്കെ നിൽക്കുന്ന പോലെയാണ് നിരൂപകർ യഥാർത്ഥത്തിൽ നിൽക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നിരൂപകരെ പേടിച്ചിട്ട് ഇതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഞങ്ങൾ അന്വേഷിക്കേണ്ട, ഞങ്ങൾ അത്രമാത്രം വയലൻസും സെക്സും വളരെ ധാർമ്മിക വിരുദ്ധതയും സാമൂഹ്യ വിരുദ്ധതയും ഇതിൽ കുത്തി നിറച്ചിരിക്കുകയാണ്, നിങ്ങൾ ഇതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാർ ഇതിൽ വരണ്ട. അത് അവർ മാത്രമല്ല പറയുന്നത്, ഫിലിം മേക്കേഴ്സ് മാത്രമല്ല പറയുന്നത്, അവരുടെ ആഹ്ലാദത്തോട് ചേർന്ന് നിൽക്കുന്ന താരാരാധകരും. ഇവരുടെ മുഴുവൻ ആക്രമണത്തെ നേരിട്ടുകൊണ്ട് ഇതിൻ്റെ ഒരു അധികാരം, ഈ അധികാരത്തോടൊപ്പം നിൽക്കുന്ന പലപ്പോഴും ഭരണകൂട അധികാരം വരെ ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നു. അതുകൊണ്ടാണ് കോടതി വരെ ഇടപെടുന്നത്. റിവ്യൂ ബോംബിങ്ങിന് ആണ് വരുന്നത്, ഇടപെടാൻ പോകുന്നു എന്ന് പറഞ്ഞ് കോടതി വരെ ഇടപെടുന്ന ഒരു പ്രശ്നമാണ്. അത്തരത്തിലുള്ള ഒരു ഇതിലാണ് ചലച്ചിത്ര വിമർശനം അല്ലെങ്കിൽ നിരൂപണം, പഠനം ഇതെല്ലാം തന്നെ നിൽക്കുന്നത്. വളരെ സാമൂഹ്യമായ ഒരു ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ അതിലുണ്ട്. കാരണം അത് ഈ അധികാരമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രമല്ല, അത് വളരെ സമ്പത്ത് ഇൻവോൾവ് ചെയ്യപ്പെട്ടതും വളരെ ജനപ്രിയതയിലൂടെ കാലഘട്ടത്തെ നിർവചിക്കുന്നതുമായ ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ, ഒരു മുതലാളിത്തത്തിൻ്റെ മാധ്യമം എന്നുള്ള രീതിയിൽ അത് പ്രവർത്തിക്കുന്നത് തുറന്നു കാട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് നൽകുന്നത് പല രീതിയിലുള്ള ദോഷമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും വലിയ ചർച്ചകളിലേക്ക് നയിക്കുന്ന പോയിന്റ്സ് ആണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ഒരു ഇൻറ്ററാക്ഷനിലേക്ക് കടക്കാം വളരെ പെട്ടെന്ന്. അതിനുശേഷം ഒരു ചെറിയ ടീ ബ്രേക്ക് ഉണ്ട്. വെച്ച കപ്പയും ചമ്മന്തിയും കഴിച്ചിട്ട് വളരെ പെട്ടെന്ന് നമ്മളിവിടെ തിരിച്ചു വരും. അല്ല, ഞാൻ വെച്ച കോഴിയെ സിനിമയാണല്ലോ, അപ്പോൾ ജഗതി പറയുന്നുണ്ടല്ലോ, അത് കറി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇറങ്ങി ഓടിയ കോഴിയായിരിക്കും. അത് കഴിഞ്ഞ് മോനമാഷിൻ്റെ ക്ലാസ് ഉണ്ട്. തീർച്ചയായും ഇൻറ്ററാക്ഷനിലേക്ക് ക്ഷണിക്കും. സാർ, ഒരു സംശയമുള്ളത്, എത്രമാത്രം സിനിമാ നിരൂപണത്തിന് സമൂഹത്തിനെ സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു സംശയമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അത് ചോദിക്കാൻ കാരണം 1975 മൾവിയുടെ എസ്സേ പബ്ലിഷ് ചെയ്യുന്നത്. 1975 മൾവിയുടെ എസ്സേ പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഈ മെയിൽ ഗേസിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ വില്ലൻ എങ്ങനെയാണ് ആ ഒരു ക്യാബറെ ഡാൻസിൻ്റെ ഇതിലേക്ക് വരുന്നത്,
നമ്മളെങ്ങനെയാണ് ആ മോറൽ സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് മാറിയിട്ട് കുറച്ചും കൂടി ഇപ്പോൾ ഇന്നത്തെ കാലത്തേക്ക് വരുമ്പോഴത്തേക്കും വില്ലനൊക്കെ അവിടെ നിന്ന് മാറിയിട്ട് ഹീറോ തന്നെയാണ് ഈ ഐറ്റം സോങ്ങിൽ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മോറൽ കൺസേൺസ് നമുക്ക് അതായത് ഒരു വ്യൂവേഴ്സിന് അങ്ങനത്തെ മോറൽ കൺസേൺസ് ഇല്ലാതെ ആവുകയല്ലേ വരുന്നത്. അപ്പോൾ കൂടുതൽ ഇങ്ങനത്തെ പഠനങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും വിമർശനങ്ങൾ സംഭവിക്കുമ്പോഴും പാനിമൽ പോലെയുള്ള മൂവീസ് നോക്കുമ്പോൾ മലയാളത്തിലേക്ക് വരികയാണെങ്കിലും തമിഴിലാണെങ്കിലും മറ്റ് ഭാഷകളിലാണെങ്കിലും വയലൻസ് കൂടിക്കൂടി വരികയാണ്, അല്ലെങ്കിൽ വയലൻസിൻ്റെ ഒരു കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഭൂരിഭാഗവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമാ നിരൂപണത്തിന് എത്രമാത്രം ഒരു മെയിൻ സ്ട്രീം സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അല്ല, തീർച്ചയായും ഈ ചോദ്യം തന്നെ സിനിമാ നിരൂപണത്തിൻ്റെ പ്രസക്തിയാണല്ലോ പറയുന്നത്. കാരണം ഇത്തരം ഇപ്പം ലോറ മൽവിയുടെ ലേഖനം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ രവീന്ദ്രൻ എഴുതിയതും ഇതൊന്നും ചിലപ്പോൾ അത്ര ആൾ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ ഇതുപോലും ഇല്ലാതിരുന്നിട്ട് ഇത് ഇപ്പോൾ വില്ലനെയും നായകനെയും കൂടി മർജ് ചെയ്തു. അങ്ങനെയാണ് വില്ലനെയും നായകനെയും കൂടി മർജ് ചെയ്തിട്ട് അത് നമ്മളെ മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആറാം തമ്പുരാൻ പോലത്തെ അല്ലെങ്കിൽ നരസിംഹം പോലത്തെ സിനിമയിലൊക്കെ അത്തരത്തിലുള്ള, കാരണം പിന്നെ സ്ത്രീയുടെ അർദ്ധനഗ്ന ഡാൻസ് വരുന്നു, അതോടൊപ്പം തന്നെ ദളിത് ശരീരത്തെ ചവിട്ടി പുറത്താക്കുന്നു. ആ ആനന്ദം കൂടി, അതായത് അർദ്ധനഗ്ന സ്ത്രീ ശരീരത്തിൻ്റെ ഡാൻസ് കൊണ്ട് കിട്ടുന്ന ആനന്ദം മാത്രം പോരാതെ അഡീഷണൽ ഡാൻസാണ്, ഫ്രീ ആയിട്ട് പിന്നെ നമുക്ക് 100 ഗ്രാം ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ 5 ഗ്രാം ഫ്രീ കിട്ടില്ല. അതേപോലെയാണ് കലാപമണീനെ ചവിട്ടുന്ന സീൻ പിന്നെ ആറാം തമ്പുരാനിലും നരസിംഹത്തിലൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള അതാണ് ഞാൻ പറഞ്ഞത്, ഇത് അധികാരം, ഈ ജാതിയുടെ അധികാരം, പിന്നെ സമ്പത്തിൻ്റെ അധികാരം, സൗന്ദര്യത്തിൻ്റെ അധികാരം, പുരുഷൻ്റെ അധികാരം, ഇതെല്ലാം വളരെ ഇതായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ നിരൂപണം പിന്നെ നടത്തി ഇപ്പോൾ മലയാളത്തിന് എടുക്കുക, ഇപ്പോൾ രഞ്ജിത്തിൻ്റെ സിനിമയെ കുറിച്ചിട്ട് ഉള്ള ആ കാലഘട്ടത്തിൽ ഒരുപാട് വിമർശനം ഞാൻ നടത്തിയിട്ടുള്ള ഒരുപാട് അന്ന് അത് എഴുതിയ സമയത്തൊക്കെ ജനങ്ങളിൽ നിന്ന് ഒരുപാട് എതിർപ്പ് കിട്ടി. സാധാരണ പിന്നെ സംവിധായകരിൽ നിന്ന് മാത്രമല്ല ജനങ്ങളിൽ നിന്ന് ഒരുപാട് എതിർപ്പ് കിട്ടി. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നത് 10-20 വർഷം കഴിഞ്ഞ് കാണുന്നത് ഇതേ ആളുകൾ തന്നെ ഇത് ഒരു പൊതുബോധം പോലെ അങ്ങനെയാണ് ചെയ്തത് എന്ന് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വരികയാണ്. ഇപ്പം അടുത്ത കാലത്ത് നിങ്ങൾ ആമസോൺ പ്രൈമിൽ ഈ ആംഗ്രി യങ് മാൻ എന്ന് പറഞ്ഞിട്ട്, അതായത് സലീം ഖാനും ജാവേദ് അക്തറും ചേർന്നിട്ട് രണ്ടുപേര്, സൽമാൻ ഖാൻ്റെ ഫാദറാണ് ജാവേദ് അക്തർ, ഫർഹാൻ അക്തറുടെ ഫാദറും പിന്നെ അതുപോലെ ഷബനാസ്മിയുടെ ഭർത്താവൊക്കെയാണ്. അവരാണ് ഷോലെ അടക്കമുള്ള 60കളുടെ അവസാനത്തിൽ 70കളിൽ വന്നിട്ടുള്ള വലിയ ബ്ലോക്ക് ബസ്റ്റർ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഉറുദു പാരമ്പര്യത്തിൽ നിന്ന് ഹിന്ദി സിനിമയുടെ വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. പിന്നെ IPT, പിന്നെ കെ അബ്ബാസിൻ്റെയും പിന്നെ രാജ് കപൂറിൻ്റെയൊക്കെ, അതിൽ നിന്ന് മാറിയിട്ട് അമിതാഭ് ബച്ചൻ്റെ ആംഗ്രി യങ് ഹീറോനെ കൊണ്ടുവരുന്ന ആളുകളാണിവർ. പിന്നെ ഇവരാണ് ഷോലെ, പിന്നെ സഞ്ജീർ, പിന്നെ കൂലി, ഇൻകുലാബ്, അമർ അക്ബർ ആൻ്റണി, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ, ഷാൻ, ഇതൊക്കെ ഇതിൽ മിക്കവാറും സിനിമകൾ വൻ ഹിറ്റായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ 70കളിൽ പിന്നെ സമൂഹത്തിൽ, അതായത് സ്വാതന്ത്ര്യാനന്തര തലമുറയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഒരു വിശ്വാസ നഷ്ടം ഉണ്ട് ഇന്ത്യയിൽ. 67-ലാണ് കോൺഗ്രസ് അധിക സ്ഥലത്തും തോൽക്കുന്നത്. ഈ വിശ്വാസ നഷ്ടത്തെ രാഷ്ട്രീയമായി വഴിതിരിച്ച് വിടുന്നതിന് പകരം ഒരു ഒറ്റനായകത്വം, ആ ഒറ്റനായകം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഈ ഒറ്റനായകത്തിലേക്ക് വഴിതിരിച്ച് വിടുകയും അങ്ങനെ അടിയന്തരാവസ്ഥയെ അടക്കം ന്യായീകരിക്കുന്ന രീതിയിലേക്ക് ഇന്ത്യൻ പൊതുബോധത്തെ തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന സിനിമകളാണ് അത് ഇപ്പം അവരെന്നെ അംഗീകരിക്കണം. നിങ്ങൾ പിന്നെ അതിൻ്റെ സീരീസ് ആമസോൺ പ്രൈമിൽ ഇവർ രണ്ടുപേരുമായിട്ടുള്ള 3 എപ്പിസോഡോ മറ്റുള്ളൂ. ആംഗ്രി യങ് ഹീറോ എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പോൾ രണ്ടുപേരും ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, സലീം ഖാനും ജാവേദ് അക്തർ. സലീം ജാവേദ് എന്നാണ്. അപ്പോൾ അവർക്ക് തന്നെ അത് യഥാർത്ഥത്തിൽ അപ്പോൾ ഒരുപാട് സ്റ്റഡി നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ പിന്നെ നമ്മൾ സിനിമ അവിടെ കളിക്കുന്ന സമയത്ത് അത് നിർത്തിവെക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നവരല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടാവും ചില സ്ഥലത്തൊക്കെ. അതല്ല, ഇത് സമൂഹത്തിൽ തൽക്കാലം ചിലപ്പോൾ അപ്പോൾ അവർ അതിനെ മറികടക്കാൻ വീണ്ടും പുതിയതിൽ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ നേരത്തെ തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നത്. ഇപ്പോൾ വയലൻസോ അല്ലെങ്കിൽ പിന്നെ അശ്ലീലമോ വയലൻസോ സിനിമയിൽ തീരെ പാടില്ല എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ഒരു 25 ലോക സിനിമകൾ എന്ന് പറഞ്ഞിട്ട് അത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയ പുസ്തകം, എനിക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ പാടില്ലാത്തൊരു പുസ്തകമാണ് എൻ്റെ അഭിപ്രായത്തിൽ. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആ ഒരു സീരീസിലാണ് ഇറങ്ങി 25 ലോക സിനിമകൾ. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും മഹത്തായ 25 ലോക സിനിമകളാണ് അതിലെഴുതുന്നത്. അതിലൊരു സിനിമ കാണരുത് എന്നാണ് ഞാൻ പറയുക. അത് പസോൾനിയുടെ സാലോ ഓർ 120 ഡേയ്സ് ഓഫ് സോദോം എന്ന് പറയുന്ന പടമാണ്. സാലോ ഓർ 120 ഡേയ്സ് ഓഫ് സോദോം എന്ന് പറയുന്ന പസോൾനിയുടെ സിനിമ ഞാൻ ആദ്യമായിട്ട് അത് കാണുന്ന സമയത്ത് അതിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ തിയേറ്ററിൽ ഒരു 90% ആളുകളും സിനിമ പൂർത്തിയാക്കാൻ കഴിയാതെ പുറത്തേക്ക് പോയത്. പല ആൾക്കാർ ഛർദ്ദിച്ചു, ചില ആൾക്കാർ കരഞ്ഞിട്ടും ഒക്കെ. അത്രമാത്രം ആ സിനിമ പൂർണ്ണമായിട്ട് അതിൻ്റെ പ്രിവ്യൂ കാണുന്നതിന് മുൻപ് തന്നെ പസോൾനി കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ ഫാസിസത്തെ ആ രീതിയിൽ അടയാളപ്പെടുത്താൻ അതുപോലത്തെ ഒരു സിനിമ ഇറ്റലിയിൽ അല്ലെങ്കിൽ അന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമ ഉണ്ടായത്. അപ്പോൾ വയലൻസോ അശ്ലീലൊന്നും
സിനിമയിൽ പിന്നെ സെൻസർഷിപ്പ് കൊണ്ടൊന്നും തടയാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത് ഈ അധികാരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ പ്രതിരോധം ഇല്ലെങ്കിൽ ഇവർ ഇതിനെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അവർ അതിൽ നിന്നുണ്ടാകുന്ന ലാഭങ്ങളും അതോടൊപ്പം തന്നെ ആക്രമണങ്ങളും ഒക്കെ അവർ നടത്തുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവർ നടിയെ ആക്രമിക്കുന്നതും അതിനെ തന്നെ ഇതാക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം നമുക്ക് തടയേണ്ട സാമൂഹ്യമായ മറ്റ് ഒരുപാട് സംഘടനാ സംവിധാനങ്ങൾ, മറ്റൊരുപാട് കാര്യങ്ങൾ വേണം. പക്ഷെ നിരൂപണം അല്ലെങ്കിൽ വിമർശനം ഇത് തുറന്നു പറയാതെ ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ പിന്നെ കേൾക്കുന്ന വലിയൊരു സംഭവമാണ്. എന്നോട് തന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, സ്പോയിലർ അലർട്ട്. ഭയങ്കര സംഭവമാണ്, പെട്ടെന്ന് നമ്മളെ പേടിപ്പിക്കുകയാണ്, എന്തോ ഒരു ബോംബിടുന്ന പോലെയാണ് ആൾക്കാർ പറയുന്നത്. സ്പോയിലർ അലർട്ട്. ഇത് അതായത് പിന്നെ ഒരു പടം മമ്മൂട്ടിയൊക്കെ അഭിനയിച്ച അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ഒരു പടമാണ്. ഞാൻ ആ പടത്തിൻ്റെ വിമർശനം എഴുതിയിട്ടില്ല. വേറൊരു സിനിമേനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ അബ്രഹാം ഓസ്ലർ എന്നുള്ളതിൽ സർജിക്കൽ നൈഫ് കൊണ്ടാണ് കൊല്ലുന്നത്. ഡോക്ടറുടെ സർജിക്കൽ നൈഫ്. അത് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അതായത് ഒരാൾക്ക് ഉള്ളൊരു പ്രതികാരം 40 കൊല്ലം കഴിഞ്ഞിട്ട് MBBS പഠിച്ചൊരു ആൾ സർജിക്കൽ നൈഫ് കൊണ്ട് കൊല്ലുന്നത് കാണിക്കുന്ന സമയത്ത് ഇതിൻ്റെ പോലത്തെ അതിനൊരു ചരിത്ര സാമൂഹ്യ സാഹചര്യം ഒന്നുമില്ല. ഏത് സാലോയ്ക്കോ അല്ലെങ്കിൽ ലോകത്തിൽ അങ്ങനത്തെ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് വയലൻസ് സിനിമകളുണ്ട്. അതിൻ്റെ ഒന്നും ഒരു ഹിസ്റ്റോറിക്കൽ ഇതില്ല. അത് കേവലം വ്യക്തിപരം മാത്രമല്ല, അതിൽ പിന്നെ യഥാർത്ഥ തെറ്റ് ചെയ്തവരെ പോലും അല്ല കൊല്ലുന്നത്, അവരുടെ മക്കളെയൊക്കെയാണ്. ഇത്തരത്തിൽ ഇത് കാണിക്കുന്നത് വളരെ അട്രോഷ്യസും വളരെ സാമൂഹ്യ വിരുദ്ധമാണെന്ന് ഞാൻ ഒരു ആനുഷംഗികമായി പരാമർശിച്ചപ്പോൾ ആളുകൾ, ഈ താരാരാധകർ ചാടി വീഴാണ്, നിങ്ങൾ സ്പോയിലർ അല്ല. അതായത് അവരുടെ താൽക്കാലികമായ ആനന്ദത്തെ തകർത്തു എന്നാണ് പറഞ്ഞത്. നമ്മൾ തകർക്കുന്നവരാണ് അത്. ഞാൻ പറഞ്ഞു സ്ഥിരമായിട്ട് സ്പോയിലറാണ്, എൻ്റെ പേരെന്നെ വേണേൽ മാറ്റിക്കോളാം, പ്രൊഫൈൽ അല്ലെങ്കിൽ എൻ്റെ GP രാമചന്ദ്രൻ പേരേ വേണ്ട, എൻ്റെ പേരിനെ സ്പോയിലർ അലർട്ട് എന്നാക്കിയാലും കുഴപ്പമില്ല, എൻ്റെ വായിക്കണ്ട. നിങ്ങൾ ആനന്ദമായിട്ട് നിങ്ങളുടെ ത്രില്ലിങ്ങും ബ്രില്യൻസും നിങ്ങളുടെ സസ്പെൻസും, നിങ്ങൾക്ക് സസ്പെൻസ് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ള ഒരു സ്വകാര്യ ഏർപ്പാട് പോലെയാണ് അവർ കരുതുന്നത് സിനിമേനെ. അപ്പോൾ അതിനെ നമ്മളുടെ ഈ പിന്നെ സിനിമാ വിമർശനത്തിലൂടെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഭാർഗവി നിലയം മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സിനിമയാണ് ഭാർഗവി നിലയം. കാരണം വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുള്ള ഒറിജിനൽ തിരക്കഥയാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനാണ് തിരക്കഥ എഴുതുന്നത്, വിൻസെൻ്റ് അതിൻ്റെത്. ആ സിനിമയെ കുറിച്ചിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ സംവിധായകൻ വിൻസെൻറ്റിനോട് ചില ആൾക്കാർ ചോദിക്കുകയാണ്, നിരൂപകരാണോ ആരാണോ എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു പ്രേത സിനിമ എടുത്തത്? അത് യഥാർത്ഥത്തിൽ പ്രേത സിനിമയല്ല, ഭാർഗവി നിലയം പ്രേത സിനിമയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് വിമർശനത്തിൻ്റെ അഭാവം കൊണ്ടാണ്. വിമർശനത്തിൻ്റെ അഭാവത്തിൽ നിന്ന് ഇത് പൊതുബോധത്തിൽ വന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് പോയിട്ട് വിമർശനം വീണ്ടും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഭാർഗവി നിലയം രണ്ടാമത് വരുമ്പോഴും ഇതേ സാധനം തന്നെ വരുന്നത് അല്ലേ? ഇതേ പിന്നെ പ്രേത സിനിമയാണ് അവർ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ വിമർശനം എന്ന് പറയുന്നത് അതിൻ്റെ അഭാവം പോലും, അഭാവത്തിലൂടെ പോലും അതിൻ്റെ സന്നിഹിതമാകുന്ന വളരെ ഗംഭീരമായ ഒരു മനുഷ്യാവിഷ്കാരമാണ്. നേരത്തെ പറഞ്ഞ പോലെ സിനിമയില്ലെങ്കിൽ എന്ത് ക്രിറ്റിസിസം എന്ന് ചോദിക്കുന്ന ആളുകളെ പോലെ അല്ല അതിനെ കാണേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. മലയാളത്തിലെ നിരൂപകരുടെ എണ്ണം കൂടുന്നതിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. പൊതുവെ ഇപ്പൊ ഇറങ്ങുന്ന മലയാള നിരൂപണങ്ങൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒന്നെങ്കിൽ അത് കഥയെയും കഥാപാത്രങ്ങളെയും വിശകലനം ചെയ്തുകൊണ്ടുള്ള നിരൂപണങ്ങളായിരിക്കും, ഇല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായി ചേർത്തുകൊണ്ട്. അപ്പോൾ ഒരു നോവൽ വായിച്ചിട്ട് എങ്ങനെയാണോ നിരൂപണം എഴുതുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ സിനിമ കണ്ടിട്ട് നിരൂപണം എഴുതുന്ന കുറേ നിരൂപണങ്ങൾ മലയാളത്തിൽ പൊതുവെ വരുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണോ സിനിമാ നിരൂപണം വേണ്ടത്? ഒരു സിനിമയെ നിരൂപണ ദൃഷ്ടിയോടുകൂടി നോക്കി കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ രണ്ടാമത് മാഷ് ആനിമൽ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് പറഞ്ഞല്ലോ, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങിയ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമയും ഈ അടുത്തിറങ്ങിയ ആഷിഖ് കപൂറിന്റെ റൈഫിൾ ക്ലബ് എന്ന് പറഞ്ഞ സിനിമയെ എങ്ങനെയാണ് മാഷ് നോക്കി കാണുന്നത് എന്ന് കൂടി അറിയണം. ഞാൻ ഈ രണ്ടാമത്തെ ആദ്യം പറയാം. ഈ വളരെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള തീമുകളാണ് ഈ തീം മാത്രമല്ല അതിൻ്റെ ആവിഷ്കരണം പോലും. ഇപ്പോൾ റൈഫിൾ ക്ലബ്ബൊക്കെ യഥാർത്ഥത്തിൽ എനിക്കത് കണ്ടപ്പോൾ പിന്നെ അതായത് ഇപ്പം മലയാള സിനിമയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, മലയാള സിനിമയിൽ പുതിയ വളരെ ന്യൂജനായിട്ടുള്ള ആളുകൾ സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ അവരുടെ സിനിമയെ പരിപൂർണ്ണമായി നല്ലതോ ചെയ്ത് അത് രണ്ടാമത്തെ വിഷയം. ഇപ്പം തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷം, തണ്ണീർമത്തൻ ദിനങ്ങൾ, പ്രേമലു എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇത്തരം ചിത്രങ്ങൾ വന്നപ്പോൾ ഇപ്പോഴും ആരോഗ്യമുണ്ട് സിനിമ എടുക്കാനും ഒക്കെ കഴിയുന്ന കുറേ ആൾക്കാർക്ക് ഭയങ്കര അസ്വസ്ഥതയായി. ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല. ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ, അപ്പം ഞങ്ങളുടെ കാലത്ത് ഒരു സുവർണ്ണകാലം ഉണ്ടായിരുന്നു എന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പടങ്ങൾ റിലീസ് ചെയ്യാണ്. അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു തുടങ്ങി. റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ കൂടെ അന്നത്തെ സിനിമ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കഥയാണെന്ന് പറഞ്ഞിട്ട് അതിൽ സിനിമ മാസിക കൊണ്ടിരുന്നു. ഇതൊക്കെ ചെയ്യാൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഫടികം റിലീസ് ചെയ്തൊരു പടമാണ് സ്ഫടികം. ഭീമന്റെ വഴിയിലെ കൊസ്തേപ്പ് എന്ന് പറയുന്ന ക്യാരക്ടർ വന്നാൽ ഒരു വിമർശനവും വേണ്ട. ഭീമന്റെ വഴിയിലെ കൊസ്തേപ്പ് എങ്ങനെയാണ് ഈ ആണ് മുണ്ടുടുത്തതിൻ്റെ അശ്ലീലം കാണിച്ചതോടിയിട്ട് റദ്ദായി പോയൊരു സാധനമാണ് സ്ഫടികം. കൊസ്തേപ്പ് റദ്ദാക്കി, ഭീമന്റെ വഴിയിലെ കൊസ്തേപ്പ് റദ്ദാക്കിയ
സ്ഫടികത്തിനാണ് ഇവർ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പോൾ അത് അന്നത്തെ അതിൽ കിടക്കുന്ന ആളുകൾ പിന്നെ ആനന്ദിക്കും. അതുപോലെയാണ് റൈഫിൾ ക്ലബ്ബൊക്കെ. കാരണം ഫാൻഡ്രി, ചൈതന്യ തമനയുടെ ഫാൻഡ്രി എന്ന സിനിമയിൽ പന്നീനെ പിടിക്കാൻ, പിന്നെ മറാഠി സിനിമയാണ്, അപ്പോൾ പന്നീനെ പിടിക്കാൻ പന്നി ഇങ്ങനെ ഗ്രാമത്തിൽ കൂടെ ഓടുകയാണ്. നിങ്ങൾ ആരെയും കണ്ടിട്ടോന്ന് അറിയില്ല, ഫാൻഡ്രി എന്ന് പറയുന്ന സിനിമ കണ്ടില്ലേ? ഫാൻഡ്രിയിൽ ഈ പന്നീനെ പിടിക്കാൻ വേണ്ടിയിട്ട്, അപ്പം അത് ദളിതരിൽ തന്നെ ഏറ്റവും പിന്നെ ഇതുള്ള അധസ്ഥിതരായിട്ടുള്ള ആളുകൾക്കാണ് ഇത് പിടിക്കേണ്ടത്. അപ്പോൾ അവർ അല്ലെങ്കിൽ ഗ്രാമത്തിലേക്ക് അനുവദിക്കില്ല. വൈക്കം സത്യാഗ്രഹത്തെ ചുറ്റും പോകുന്ന പോലെ ഗ്രാമത്തിലെ ഇതിലേക്ക് പന്നി വന്നതുകൊണ്ട് ഇവർ ഓടുകയാണ്. ഇവരിങ്ങനെ ഓടുമ്പോൾ പെട്ടെന്ന് സ്കൂളിൽ ദേശീയഗാനം ചെല്ലും. പെട്ടെന്ന് ദേശീയഗാനം ചെല്ലുമ്പോൾ പന്നി ദേശീയവാദി അല്ലാത്തതുകൊണ്ട് പന്നി ഓടും ചെയ്യും, ഈ ദളിതൻ അവിടെ നിൽക്കും ചെയ്യും. അങ്ങനെ പന്നീനെ പിടിക്കാൻ പറ്റാത്തൊരു സീനുണ്ട്. ഇതൊന്ന്. രണ്ട്, മാമന്നൻ എന്ന് പറയുന്ന തമിഴ് സിനിമയിൽ പന്നീനാണ് റൊമാൻറ്റിക് ഇതായിട്ട് വരുന്നത്. ഏത് ദളിത് പിന്നെ നായകൻ്റെ ഇതിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഇവർ പന്നി ഇങ്ങനെ വരികയാണ്. ഏത് കാട്ടുപന്നി, ഈ പിന്നെ എന്താ പറയുക, ഒരുതരം കമ്പി കൂടെ വരുന്നതൊക്കെ എന്ത് ഇതാണ്. അപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള, വളരെ പിന്നെ ചരിത്രവിരുദ്ധമായിട്ടുള്ള സിനിമയാണ്. പിന്നെ എന്തായിരുന്നു ആദ്യത്തെ ചോദ്യം? അത് കൂടി മറ്റേ അത് യഥാർത്ഥത്തിൽ നമ്മളുടെ വിമർശനം ഈ സംഭവിക്കുന്ന ഈ ഇതിൻ്റെ ഒരു ഇത് യഥാർത്ഥത്തിൽ ഞാനിവിടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സിനിമ നമ്മളെല്ലാം തന്നെ കൊട്ടിഘോഷിച്ച ഒരു സിനിമ യഥാർത്ഥത്തിൽ അതിൻ്റെ വിമർശനം ഇനിയും സംഭവിച്ചിട്ടില്ല. എനിക്ക് പോലും എഴുതാൻ കഴിഞ്ഞിട്ടില്ല, സമയക്കുറവുകൊണ്ടും പല കാരണങ്ങളെ കൊണ്ടുമാണ്. എഴുതാത്തത് കൊണ്ട് നമ്മൾ എങ്ങനെയാണ് തെറ്റായി റീഡ് ചെയ്തത് എന്ന് ഞാനൊരു പുതിയ സിനിമ വെച്ച് ഉദാഹരണം പറയാം. അത് ആട്ടം എന്ന് പറയുന്ന സിനിമയാണ്. ആട്ടം എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു, പുതിയ സിനിമ അല്ലേ? വളരെ ഒരു സ്ത്രീ, അതായത് എല്ലാവർക്കും അതിൻ്റെ കഥ അറിയാം, പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു നാടക ക്യാമ്പ്, ആ നാടക ക്യാമ്പിൽ പിന്നെ നാടകം വിജയിക്കുന്നു. അതിൽ ഒരു ഒറ്റ വനിത മാത്രമാണ്, ഒരു നടി മാത്രമാണ്. ആ നടിയെ ആരോ ആക്രമിക്കുന്നു. പിന്നെ ആരാണ് ആക്രമിച്ചത് എന്ന് അവസാനം വരെ തെളിയുന്നില്ല. അവസാനം വരെ തെളിയാതെ അവർക്ക് തന്നെ മറ്റൊരു നാടകമായിട്ട് അത് അവതരിപ്പിക്കേണ്ടി വരുന്നു അല്ലേ? വളരെയധികം സ്ത്രീകൾക്ക് അനുകൂലമായതും, അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള പുരുഷന്റെ അതിൻ്റെ കാമുകനും അവരുടെ രക്ഷിതാവായി വരുന്ന ആൾ, അങ്ങനെ എല്ലാവരും യഥാർത്ഥത്തിൽ അവർക്കെതിരാണ് എന്നാണല്ലോ സ്ഥാപിക്കപ്പെടുന്നത്. ഇപ്പോൾ 13 ആളോ മറ്റാണ്, ഇല്ല 13 കഥാപാത്രങ്ങളോ മറ്റുണ്ട്, പുരുഷ കഥാപാത്രങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മൾ വളരെ ഈ പിന്നെ സ്ത്രീക്ക് അനുകൂലമായ നിയമങ്ങളുടെയും അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള പൊതുവിചാരങ്ങളുടെയും ഒരു പശ്ചാത്തലത്തിൽ ഈ പ്രമേയത്തെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണ്? യഥാർത്ഥത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്, പിന്നെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം, ഇതൊരു ഭാവനയാണല്ലോ. ഭാവന ആയതുകൊണ്ട് തന്നെ അതിലെന്ത് യാഥാർത്ഥ്യം നടന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിന്റെ പ്രതിഫലനാണെന്നുള്ള കഥയിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. വിമർശകനെ ഒട്ടും പോകണ്ട, ഒരു കാണിക്ക് പോലും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ ഈ സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അല്ലേ? അത് ഈ കഥാപാത്രത്തിന് അവസാനം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാതെ പോകുന്നു അല്ലേ? എന്തുകൊണ്ടാണ്? തിരക്കഥയുടെ ബ്രില്യൻസിന് വേണ്ടിയിട്ട് സംവിധായകനും തിരക്കഥാകൃത്തും കൂടിയിട്ട് ആ യാഥാർത്ഥ്യത്തെ അവിടെ റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ 13 ആളുടെ ഒപ്പം തന്നെയുള്ള ഒരു പുരുഷ പീഡകനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനുമായ ആൾ എന്നതാണ്. അതാണ് വിമർശനത്തിലൂടെ നമ്മൾ തെളിയിക്കേണ്ടത്. അത് നമുക്ക് സാധിക്കുന്നില്ല അല്ലേ?